എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ഒരു ലളിതഗാന പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പൊതുവേദികളിലും മത്സരവേദികളിലും പാടുന്നതിനും മത്സരിക്കുന്നതിനും ഒക്കെ സാധ്യമാകുന്ന വിധത്തിൽ ലളിതഗാനങ്ങൾ അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ മത്സരങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. സ്കൂൾ തലം അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ ഓരോ ഫംഗ്ഷൻ, ഓരോ ആഘോഷങ്ങൾ പ്രമാണിച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിലൊക്കെ വിനോദത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നതിനും നന്നായിട്ട് സമ്മാനം വാങ്ങുക എന്നതിലുപരി നമുക്കത് നന്നായിട്ട് പാടി അവതരിപ്പിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ പഠിച്ചെടുക്കുന്നതിനും വേണ്ടിയിട്ട് ലളിത സംഗീതം, സിനിമാ ഗാനങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഓരോ വരികൾ നിർത്തി പാടിത്തരും. അതിനുശേഷം ഒരുമിച്ച് പല്ലവി, അനുപല്ലവി, ചരണം ഇങ്ങനെ മൂന്ന് ക്ലാസ്സിലായിട്ടാണ് എടുക്കുന്നത്. ആദ്യമായി നമുക്കിവിടെ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും എന്നൊരു ലളിതഗാനത്തിലൂടെ ആരംഭിക്കാം. വളരെ സുപരിചിതമായ ഈ ലളിതഗാനം എഴുതിയിരിക്കുന്നത് ശ്രീ കാവാലം നാരായണ പണിക്കർ. അതിന് സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീ എം ജി രാധാകൃഷ്ണ സാറാണ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ പ്രശസ്തയായ പിന്നണി ഗായിക സുജാത മോഹനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആദ്യം ഈ വരി ആരംഭിക്കുമ്പോൾ വളരെ സ്ലോയിൽ പാടും. അതിനുശേഷമാണ് ലളിതഗാനത്തിൻ്റെ സ്പീഡിലേക്ക് വരുന്നത്. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗിലമാ രാസ ക്രീഡാ കഥയിലെ നായികേ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഇതിപ്പോൾ നിർത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ഫ്ലോയിൽ വന്നിട്ടില്ല. അപ്പോൾ കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്യത്തക്ക വിധം, പഠിക്കുവാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പാടത്തക്ക വിധം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ്, ബ്രേക്ക് ചെയ്താണ് പാടിയിരിക്കുന്നത്. ഇതിനെ ഒരുമിച്ച് ഫൈനൽ ഇതിലേക്ക് വരുമ്പോൾ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗിലമാം രാസ ക്രീഡാ കഥയിലെ നായികേ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ.